Praise the Lord. എൻ്റെ പേര് ജോസഫ് ഇമ്മാനുവൽ. ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. ഈ സാക്ഷ്യം പറയാൻ എനിക്ക് അവസരം നൽകിയ കൃപാസനം അമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. ഞാൻ 2023 ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നത്. അതിനുശേഷം ഞാൻ പുതുക്കിയിട്ടൊന്നുമില്ലായിരുന്നു. 2023 മുതൽ എനിക്ക് വളരെ വിചിത്രമായിട്ടുള്ളൊരു രോഗം പിടിപെട്ടു. അതായത് എൻ്റെ ഏനിയൽ ഏരിയയിൽ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഇച്ചിങ് സ്റ്റാർട്ടായി. ഇതെന്താണെന്ന് ഡയഗ്നോസ് ചെയ്യാൻ ആദ്യം ഞാൻ നമ്മുടെ ഈ ഇൻറ്റസ്റ്റൈൻ, ഈ റെക്ടം, ഏനിയൽ ഏരിയ ഒക്കെ കൺസൾട്ട് ചെയ്യുന്ന പ്രോക്ടോളജിസ്റ്റ് എന്ന് പറയുന്ന ഡോക്ടേഴ്സിനെയാണ്. ബാംഗ്ലൂരിലുള്ള പ്രോക്ടോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞത് ഉള്ളിൽ ഫിഷർ ഉള്ളതുകൊണ്ട്, അതായത് ഒരു മുറിവ് പോലെ വന്നേക്കുന്നതുകൊണ്ടും അതിനോടനുബന്ധിച്ച് പുറത്ത് ഹെമറോയിഡ്സ്, അതായത് ചെറിയ ചെറിയ മുഴകൾ വന്നേക്കുന്നതിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തതിനാണ് ഈച്ചിങ് എന്നും പറഞ്ഞ് അത് ഹീലാവാനുള്ള ക്രീമും ബാക്കിയുള്ള മരുന്നുകളും എനിക്ക് എഴുതി തന്നു. അതൊരു 1-2 മാസത്തെ കോഴ്സായിരുന്നു. ഞാൻ ആ കോഴ്സ് മൊത്തം എടുത്ത് കംപ്ലീറ്റ് ചെയ്തു. അത് നമ്മൾ ഈ മരുന്ന് എടുക്കുമ്പോൾ ചെറിയൊരു റിലീഫ് ഉണ്ടാവുന്നല്ലാതെ വീണ്ടും ഈ ഇച്ചിങ് വീണ്ടും തുടങ്ങി. ഇത് രൂക്ഷമായി കഴിഞ്ഞിട്ട് എനിക്കിത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അടുത്ത പ്രോക്ടോളജിസ്റ്റിനെ, അതിലും കൂടിയ വലിയ ഭയങ്കര ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ചെയിനിലെ അറിയപ്പെടുന്ന ഒരു പ്രോക്ടോളജിസ്റ്റിനെ ഞാൻ വീണ്ടും കൺസൾട്ട് ചെയ്തു. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. നമ്മുടെ ഈ ഏനിയൽ ഏരിയയിലുള്ള സ്കിൻ എന്ന് പറയുന്നത് വളരെ തിന്നാണ്. നമ്മളതിന് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ കൊടുക്കുക, അതിനെ അഗ്രവേറ്റ് ചെയ്യുകയോ ചെയ്താൽ ആ സ്കിൻ ഇത്രയും തിന്നായതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ അതിന് ചൊറിഞ്ഞ് ഇറിറ്റേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ആ കണ്ടീഷൻ ഒരിക്കലും തിരിച്ചു പോകത്തില്ല. കാരണം അത് അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ ആണ്. അദ്ദേഹം എനിക്ക് മരുന്നോ ഒന്നും തന്നുമില്ല. പ്രോക്ടോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് ഞാൻ മടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തു. ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തപ്പോൾ പുള്ളി പറഞ്ഞത് ഇതൊരു അലർജിയിൽ നിന്നുണ്ടാകുന്നതായിരിക്കാം എന്നും പറഞ്ഞ് സ്റ്റെറോയിഡിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കാൻ പറഞ്ഞു. ഒരു 10,000 രൂപ മുടക്കി ഞാൻ സ്റ്റെറോയിഡിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തു. 2 ദിവസത്തേക്ക് മാത്രം എനിക്ക് റിലീഫ് ഉണ്ടായി. ഇത് വീണ്ടും തുടങ്ങി. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എൻ്റെ കയ്യിൽ വേറെ ഓപ്ഷൻസ് ഇല്ലാതെ പ്രോക്ടോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തു, ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തു. എനിക്കിതിൽ നിന്ന് ആകെ മനസ്സിലായ ഒരു കാര്യം, ഇതിൻ്റെ ഒരു കോസ് എന്താണെന്ന് ആർക്കും പറയാൻ പറ്റുന്നില്ല. പിന്നെ നമ്മൾ വിചാരിക്കുന്നതല്ല, ഈ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ പരിപൂർണ്ണ നിസ്സഹായതയുടെ അവസ്ഥയായിപ്പോയി. കാരണം നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല, നിൽക്കാൻ പറ്റത്തില്ല, കിടക്കാൻ പറ്റത്തില്ല, ചിലപ്പോൾ നമുക്ക് ഫംഗ്ഷൻ പോലും ചെയ്യാൻ പറ്റാതെ വരും. കാരണം അത്രയ്ക്കുള്ള ഇറിറ്റേഷനാണ്. കാരണം മനുഷ്യൻ്റെ ഒരു നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. നമുക്ക് ചൊറിച്ചിൽ വന്നാൽ നമ്മുടെ നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് അതിനെ ചൊറിയുക എന്നുള്ളതാണ്. ഈ കേസിൽ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളത് ചെയ്യും തോറും രോഗം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കും. പിന്നെ അതിലുപരി ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു പബ്ലിക് സ്പേസിലാണ്, ഒരു ഭയങ്കര സ്ട്രെസ്സായിട്ടുള്ള ഒരു ജോലിയിൽ ഒരു പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അവരിൽ നിന്ന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത്രയ്ക്കും നമ്മൾ നിസ്സഹായാവസ്ഥയിലായിപ്പോവും. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2024 ഞാൻ കേരളത്തിലേക്ക് വന്നു. എൻ്റെ ജോലിയോടനുബന്ധിച്ച് ഇവിടെയുള്ള വീണ്ടും ഒരു ഡെർമറ്റോളജിസ്റ്റിനെ ഞാൻ കൺസൾട്ട് ചെയ്തപ്പോൾ അവിടെ നിന്നുണ്ടായിരുന്ന ഡയഗ്നോസിസ് ഇത് ഫംഗൽ ഇൻഫെക്ഷനിൽ നിന്നുണ്ടാകുന്നതാണ് എന്ന് പറഞ്ഞ് ഫംഗൽ ഇൻഫെക്ഷൻ്റെ ടാബ്ലറ്റ്സും ക്രീംസും തന്ന് അതിൻ്റെ ഒരു കോഴ്സ് ഞാൻ എടുത്തു. ഒരു കോഴ്സ് എടുത്ത് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഈ കോഴ്സ് എടുക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ആശ്വാസം കിട്ടും. ആ കോഴ്സ് തീരുമ്പം വീണ്ടും ബാക്ക് ടു സ്ക്വയർ വൺ, വീണ്ടും ഇതേ ഇച്ചിങ്ങും ഇറിറ്റേഷനാണ്, ദുസ്സഹനീയമായ ഇച്ചിങ്ങും ഇറിറ്റേഷനാണ്. തിരിച്ച് പുള്ളിയുടെ അടുത്ത് ചെന്നപ്പോൾ വീണ്ടും ഫംഗലിൻ്റെ ടെസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞു ഫംഗൽ ഇൻഫെക്ഷൻ പോയിട്ടുണ്ട്, ഇതൊരു അലർജി ആകാമെന്ന് പറഞ്ഞു. അടുത്ത അലർജിക്കുള്ള മരുന്ന് വന്നു. അതിൻ്റെ ഒരു കോഴ്സ് എടുത്തു. വീണ്ടും കോഴ്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു ആശ്വാസം. കോഴ്സ് തീരുമ്പോൾ മുതൽ ബാക്ക് ടു സ്ക്വയർ വൺ, വീണ്ടും ഇതേ ഇറിറ്റേഷൻ. തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഫംഗൽ വീണ്ടും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അടുത്ത ഫംഗലിൻ്റെ സെറ്റ് മരുന്ന് വന്നു. അതിൻ്റെ സെറ്റ് ഞാൻ എടുത്ത് തീർത്തു. ആ സെറ്റ് എടുത്ത് തീരുമ്പം ഇത് തിരിച്ച് വീണ്ടും ഇങ്ങനെ തന്നെ തുടങ്ങുന്നു. വീണ്ടും അദ്ദേഹത്തിനടുത്ത്, ഇത് കേരളത്തിലുള്ളൊരു വളരെ അറിയപ്പെടുന്ന ഒരു ഹോസ്പിറ്റലിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഡെർമറ്റോളജിസ്റ്റാണ്. വീണ്ടും തിരിച്ച് അദ്ദേഹത്തിനടുത്ത് ചെല്ലുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഫംഗൽ മാറിയിട്ടുണ്ട്, വീണ്ടും അലർജിയാണെന്ന് പറഞ്ഞ് അലർജിയുള്ള അടുത്ത മരുന്ന് എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്തു. ഇപ്പം ഞാൻ ഈ സീരീസ് ഇവിടെ പറയാൻ കാരണം ഇതിവിടെ വരുന്ന വലിയ വലിയ രോഗങ്ങൾ വെച്ച് നോക്കുമ്പോൾ പലർക്കും കേൾക്കുമ്പോൾ ഇതൊരു ചെറിയ രോഗമായിട്ട് തോന്നാം. അതുകൊണ്ടാണ് ഞാൻ ഈ ഫുൾ സീരീസ് പറയുന്നത്. അവസാനം വീണ്ടും എനിക്ക് അലർജിയാണെന്ന് പറഞ്ഞ് മരുന്ന് എഴുതി തന്നപ്പം ഞാൻ ആ മരുന്ന് എടുക്കാതെ, കാരണം ഞാൻ മടുത്തു. ഞാൻ ഈ മരുന്ന് എടുത്തെടുത്ത് മടുത്തു. എനിക്ക് ഓരോ ദിവസവും ഞാൻ പറഞ്ഞില്ല, ഞാനൊരു പബ്ലിക് സ്പേസിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഞാൻ പറയില്ല, നമ്മൾക്കൊരു ചൊറിച്ചിൽ വന്നാൽ നമ്മുടെ ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ്, മനുഷ്യൻ്റെ ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത് ചൊറിയുക എന്നുള്ളത്. എനിക്ക് ചൊറിയാൻ പറ്റത്തില്ല. കാരണം ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഇത് രോഗം വീണ്ടും വഷളാവുകയാണ്. മരുന്നെടുത്തെടുത്ത് ഞാൻ മടുത്തു. പോകാവുന്ന ഡോക്ടേഴ്സിൻ്റെ എല്ലാം മടുത്തുപോയി. ആർക്കും ഇതിന് ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു കൺസൾട്ടേഷനോ ഒരു പ്രോഗ്നോസിസോ ഇല്ല, ഒരു മരുന്നുമില്ല. അപ്പോഴാണ് ഞാൻ ഓർത്തത്, ഞാൻ 2023 ഉടമ്പടി എടുത്തിട്ട് ഞാൻ പിന്നെ അത് പുതുക്കിയിട്ടില്ല. ഞാനപ്പം വീണ്ടും മാർച്ച് മാസത്തിൽ ഇവിടെ വന്ന് ഉടമ്പടി ഞാൻ പുതുക്കിയിട്ട് ആദ്യത്തെ പ്രാവശ്യം എടുത്ത് എനിക്ക് ഉടമ്പടി എന്താണെന്നൊന്നും അറിയാൻ മേലാത്തതുകൊണ്ട് പത്രങ്ങൾ ചുമ്മാ അവിടെ ഇവിടെയും കൊണ്ട് കൊടുക്കുകയും ഉടമ്പടിത്തേലും ഞാൻ തുറന്ന് പൊട്ടിച്ച് ഉപയോഗിച്ചിട്ട് പോയില്ല. ഇപ്രാവശ്യം ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ ഞാൻ കൃത്യമായിട്ട് രാവിലത്തെ നമ്മുടെ ഉടമ്പടി പ്രാർത്ഥന അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി.
രാവിലെയും വൈകിട്ടും ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിക്കാനും തുടങ്ങി. പ്രേക്ഷിത പ്രവർത്തനങ്ങളും എല്ലാം കൃത്യമായിട്ട് ഞാൻ ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങി. അതായത് ഞാൻ ബാംഗ്ലൂർ ആയതുകൊണ്ട് തന്നെ പത്രം കൊണ്ടുപോയി ചുമ്മാ ആർക്കും കൊടുക്കുമല്ല. അവിടുത്തെ പള്ളികൾ, ഷ്രൈൻസിൽ പോകുമ്പോഴും ജനറൽ ഹോസ്പിറ്റൽസിൽ പോകുമ്പോഴും അവിടെ മലയാളികളില്ല, കന്നഡികളെ കണ്ടുപിടിച്ച് കന്നഡയിൽ പറഞ്ഞു കൊടുത്തും നോൺ ക്രിസ്ത്യൻസിനെയും കണ്ടും ഞാൻ പത്രം പ്രവർത്തനം, പ്രേക്ഷിത പ്രവർത്തനം ചെയ്ത് അവർക്ക് പത്രം കൊടുക്കാൻ തുടങ്ങി. ഒറ്റ പത്രം പോലും ചുമ്മാ കൊണ്ടുപോയി കൊടുത്തിട്ട് കാരണം ഞാൻ പലയിടത്തും കാണുന്നുണ്ടായിരുന്നു. കേരളത്തിൽ ഞാൻ വന്ന സമയത്തെല്ലാം ഞാൻ കാണുന്നുണ്ട് പത്രങ്ങൾ വെറുതെ കൊണ്ടുപോയി ഇങ്ങനെ ബസ് സ്റ്റാൻഡിലൊക്കെ ആൾക്കാർക്ക് കൊടുത്തിട്ട് പോകുന്നു. എൻ്റെ ഒരു ഇതായിട്ട് ഞാൻ മാധവനോട് പറഞ്ഞു, ഞാൻ പ്രത്യേകിച്ച് കൃപാസനം എന്താണെന്നൊന്നും അറിയാത്ത ആൾക്കാർക്കാണ് നമ്മളിത് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഈ പത്രം കൊടുക്കാൻ ചെല്ലുന്നിടത്ത് ഞാൻ കാണുന്നുണ്ട് നോൺ മലയാളീസിന് ഇംഗ്ലീഷിലും കന്നഡയിലുള്ള പത്രങ്ങൾ ആൾക്കാർ വെറുതെ കൊണ്ട് കൊടുത്തേച്ച് പോവുകയാണ്. അവരത് മേടിച്ചേച്ച് പലരും ചിലപ്പോൾ ഇട്ടേച്ച് പോവും, ഇല്ല എന്താണെന്ന് പോലും അറിയാതെ ഇത് കൊണ്ടുപോകും. ഞാനപ്പോൾ അതിന് പകരം എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഇത് എവിടെ നിന്നുള്ള പത്രമാണെന്നും ഈ ഷ്രൈനിൻ്റെ പ്രത്യേകത എന്താണെന്നും പറഞ്ഞു കൊടുത്തു. പിന്നെ അതിൻ്റെ പുറകിൽ നമുക്ക് ലൈറ്റ് ക്യാൻഡിൽ പ്രയറിൻ്റെ QR കോഡുണ്ട്. ആ QR കോഡ് എന്തിനു വേണ്ടിയാണെന്ന് കൃത്യമായിട്ട് ഞാൻ ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തു. അതിനോടൊപ്പം തന്നെ എനിക്കിപ്പോൾ അവിടെ കാരുണ്യപ്രവർത്തനം ചെയ്യാൻ അവിടെ ഒന്നും അതിനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല. ഞാൻ സിറ്റിയിൽ താമസിക്കുന്നതുകൊണ്ട് എനിക്കിപ്പോൾ അങ്ങനെ ഓഫ് കോഴ്സ് ഈ പാവപ്പെട്ട പിച്ചക്കാർക്ക് ആംസ് കൊടുക്കുവാനും അവർക്ക് ഭക്ഷണം കൊടുക്കുവാനും എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ ചെയ്യും. ബാംഗ്ലൂരെ ട്രാഫിക്കിൽ ഞാനിങ്ങനെ സ്കൂട്ടർ ഓടിച്ച് പോകുമ്പോൾ പറ്റാവുന്ന രീതിയിൽ നിർത്തിയിട്ട് അതിൻ്റെ ഇടയിലാണെങ്കിലും എൻ്റെ കയ്യിലുള്ളത് ഞാൻ അവർക്ക് കൊടുക്കുമായിരുന്നു. പക്ഷേ അതുകൊണ്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അതിനും എന്തെങ്കിലും ശരിക്കുള്ളൊരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ബാംഗ്ലൂർ എനിക്ക് സൗകര്യമില്ലാഞ്ഞിട്ട് ഞാൻ അവിടുന്ന് ട്രാവൽ ചെയ്ത് ഇവിടെ വന്ന് കേരളത്തിലൊരു മെൻ്റലി ചാലഞ്ച്ഡ് സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള മക്കളെ നോക്കുന്ന ഒരു ഹൗസിൽ ലീവ് എടുത്ത് വന്ന് 3-4 ദിവസം ഞാൻ അവരെ ശുശ്രൂഷിച്ചിട്ടുണ്ട്. അവസരങ്ങൾ കിട്ടുമ്പോഴെല്ലാം ഞാൻ അവിടെ വന്ന് വേറെ ഒന്നിനും ഞാൻ പോകത്തില്ല. എൻ്റെ ബന്ധുക്കളുടെ വീട്ടിൽ പോലും ഞാൻ പോകത്തില്ല. ഞാൻ ബാഗ് അവിടെ വെക്കും, നേരെ ആ മക്കളെ ശുശ്രൂഷിക്കാൻ പോകും. ഇതെല്ലാം ദൈവമായിട്ട് എനിക്ക് ഒരുക്കി തന്ന അവസരങ്ങളാണ്. എനിക്കറിയാൻ മേലാത്ത സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് ദൈവൻ്റെ മുമ്പിൽ കൊണ്ട് തന്നാണ്. അവിടെ പോകുമ്പോൾ സത്യം പറഞ്ഞാൽ കരച്ചിൽ വരും. കാരണം നമ്മളൊക്കെ എത്ര ഭാഗ്യം ചെയ്യണം, അവിടെ ചെല്ലുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവർ ജീവിക്കുകയാണെന്ന് പോലും അറിയാത്ത അവസ്ഥയിലാണ് ഈ മക്കൾ കിടക്കുന്നത്. ഞാനിങ്ങനെ ബാംഗ്ലൂർ ജീവിച്ച് വേറൊരു രീതിയിലാണ് ലൈഫ് മൊത്തമായിട്ടും പൊയ്ക്കൊണ്ടിരുന്നിരുന്നത്. ഇവിടെ വന്ന് ഈ മക്കളെയൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളൊക്കെ എത്ര ഭാഗ്യം ചെയ്തവരാണെന്ന്. ഇപ്പം അവർക്ക് അവരുടെ വാഷ്റൂമിൽ പോകാൻ പോലും അവർക്ക് പറ്റത്തില്ല. അപ്പം നമ്മളത് ക്ലീൻ ചെയ്ത് അവരെ കൊണ്ടുപോയി അതിന് കിടത്തി അവരെ സഹായിച്ചു. അങ്ങനെയെല്ലാം ചെയ്ത് ദൈവം ഇങ്ങനെ ഓരോന്നിലൂടെ എന്നെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ അപ്പോഴും എൻ്റെ അലർജിക്ക് ഒരു കുറവുമില്ല. ഇത് കൂടുതൽ രൂക്ഷമായിട്ട് വരും. അപ്പം ഞാൻ എന്നും സാക്ഷ്യങ്ങൾ കാണുമ്പോഴെല്ലാം ഞാൻ മാതാവിനോട് ചോദിക്കാറുണ്ട്, ഉടമ്പടി തൈലം ഒരിക്കൽ ഒന്ന് പെരട്ടിയാൽ പോലും വിശ്വാസം ഇല്ലാത്തവരിലും പെരട്ടിയിട്ട് സൗഖ്യം ലഭിച്ച പല സാക്ഷ്യങ്ങളും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഹൃദയം ഹാർട്ട് ബ്രോക്കൻ, എൻ്റെ ഹൃദയം പലപ്പോഴും ഇടിഞ്ഞു പോകാറുണ്ട്. പക്ഷേ എങ്കിലും ഞാൻ ഉടമ്പടി പ്രാർത്ഥനയിൽ ഞാൻ പങ്കെടുക്കുമായിരുന്നു. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ അവസാനത്തെ പത്രം കൊടുത്തു തീരുന്നിടം വരെ ഞാൻ വിശ്വസ്തരോട് തന്നെ അത് ചെയ്തു. ഉടമ്പടി തൈലവും തേച്ച് പ്രാർത്ഥിച്ചു. അവസാനം എൻ്റെ ഉടമ്പടി തീർന്നു കഴിഞ്ഞപ്പോഴും എനിക്ക് സൗഖ്യം കിട്ടില്ലെന്ന് തോന്നിയപ്പോഴും ഞാൻ ഹൃദയം പൊട്ടി ഇവിടെ വന്ന് ഞാൻ റെവറൻഡ് ജോസഫ് അച്ഛനെ കണ്ടു പ്രാർത്ഥിച്ചു. ജോസഫ് അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് സാഹിത്യതലം എൻ്റെ വിരലിൽ പുരട്ടിയിട്ട് എവിടെയാണോ എഫക്റ്റഡ് ആയിട്ടുള്ള അവിടെ കൊണ്ടുപോയി പെരട്ടാൻ പറഞ്ഞു. അത് പെരട്ടി അന്ന് മുതൽ എനിക്ക് പിന്നെ ഇച്ചിങ് ഉണ്ടായിട്ടില്ല. അതിൽ ഇച്ചിങ് ഉണ്ടായിട്ടില്ല, പരിപൂർണ്ണ സൗഖ്യമായി എന്ന് ഇപ്പോഴാണ് എനിക്ക് വിശ്വാസം വന്നത്. കാരണം അതിലൊരു വേറൊരു ക്യാച്ചും കൂടെ ഉണ്ട്. തിരിച്ചു ചെന്നപ്പോൾ മുതൽ എനിക്കിങ്ങനെ ഈ എക്സ്ട്രീം ആയിട്ടുള്ള ഇച്ചിങ് എനിക്കില്ലാതെ. കാരണം പണ്ട് ഇച്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പൊളയുവാണ്. നമുക്ക് ഞാൻ പറഞ്ഞാൽ ഇരിക്കാൻ പറ്റത്തില്ല, നിൽക്കാൻ പറ്റത്തില്ല, കിടക്കാൻ പറ്റത്തില്ല, എന്തും. പിന്നെ ചില സമയം ഞാൻ ചെയ്യുന്ന ജോലിയിൽ നമുക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റാതെ വരും. കാരണം ഞാൻ പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നമ്മളൊരു കൊതുക് കടിച്ചു ഇല്ല എന്തെങ്കിലും ഒരു ഇച്ചിങ് വന്നാൽ മനുഷ്യരെന്ന രീതിയിൽ നമ്മുടെ ഇൻസ്റ്റിങ്ക്റ്റ് അത് ചൊറിയാന്നുള്ളത്. എനിക്കിതിവിടെ ചൊറിയാൻ പറ്റത്തില്ല, അതിനുള്ള സാഹചര്യം എനിക്കില്ല. ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂടുതലും വഷളാവും. തിരിച്ച് അച്ഛൻ്റെ ബ്ലെസ്സിങ്ങും പ്രയറും കഴിഞ്ഞ് ഞാൻ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ ആ എക്സ്ട്രീം ആയിട്ടുള്ള ഇച്ചിങ്ങിൻ്റെ ആ ഒരു ഇൻക്ലിനേഷൻ എനിക്ക് മാറിക്കിട്ടി. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് എനിക്കിങ്ങനെ ചെറിയ ട്രിഗേഴ്സ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാനത് വെച്ചിങ്ങനെ പോകുമായിരുന്നു. ഞാനിങ്ങനെ കുഴപ്പമില്ല പൊക്കോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ പോകുമായിരുന്നു. അപ്പം ഞാനിതൊരിക്കലും സാക്ഷ്യപ്പെടുത്തണമെന്ന് ഞാൻ വിചാരിച്ചല്ല, ഞാൻ സാക്ഷ്യപ്പെടുത്താൻ തിരിച്ചു വരുമെന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല. ഈ ഒരു സാക്ഷ്യവും രണ്ടാമത്തെ ഒരു പ്രശ്നം, ഞങ്ങൾ ബാംഗ്ലൂർ താമസിക്കുമ്പോൾ നാട്ടിൽ ഞങ്ങൾക്ക് ഒരു 10-15 വർഷം മുമ്പ് പണിത ഒരു വീടുണ്ട്. അതൊരു ടൂറിസ്റ്റ് ഏരിയയിലുള്ളൊരു വീടാണ്. ഞങ്ങളവിടെ താമസിച്ചിട്ടില്ല. ഞങ്ങളുടെ ഒരു നെയ്ബറിങ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഭയങ്കര ഹൈറ്റിൽ പണിതേക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടി തന്നെ പണ്ട് ജോലി ചെയ്തിരുന്നുകൊണ്ടിരുന്ന കുറച്ച് ആൾക്കാരുടെയാണ്. അവർ അവിടെ വരുന്ന പലരും പല രീതിയിലുള്ള പല തരം താഴ്ന്നവരും എല്ലാം വന്ന് താമസിക്കാറുണ്ട്. അവിടുന്ന് കോൺസ്റ്റൻ്റായിട്ട് വേസ്റ്റ് ഇങ്ങോട്ട് നിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. പല രീതിയിൽ സംസാരിച്ച് നോക്കി അവരോട് പറഞ്ഞു അതിനുള്ള എന്തെങ്കിലും ഒരു ഇത് നിങ്ങൾ ചെയ്യണം, അവിടെ ബാൽക്കണിയിൽ നെറ്റ് അടിക്കണം, കാരണം അവിടെ ഒന്നും ഒരു തടസ്സവും ഇല്ലാത്തതുകൊണ്ട് വേസ്റ്റ് നിക്ഷേപിക്കുകയാണെന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരല്ല, വളരെ
എന്താ പറയുക, തരം താഴ്ന്ന രീതിയിൽ അസഭ്യം സംസാരിക്കുക, നമ്മളെ തരം താഴ്ത്തി സംസാരിക്കുക. എൻ്റെ ഫാദർ ഒരു ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു AGM ആണ്. അദ്ദേഹമാണ് ഇവരുമായിട്ട് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന വന്നപ്പോൾ നമ്മൾ പഞ്ചായത്തിൽ കൊണ്ട് പരാതി കൊടുത്തു, ഒരു നടപടിയും ഉണ്ടായില്ല. അപ്പം ഇവരൊന്നും ചെയ്തില്ലെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ ഈ പ്രോപ്പർട്ടി മറച്ചടയ്ക്കാൻ വേണ്ടി തന്നെ ഒരു 1.5 ലക്ഷം രൂപ മുടക്കി നമ്മൾ സാധനം ഇറക്കി ഒരു ഷീറ്റ് പോലെ അടയ്ക്കാൻ വേണ്ടി. ഇവരത് പഞ്ചായത്തിൽ കൊണ്ട് പരാതി കൊടുക്കുകയും ഇവർക്ക് അവിടെ ഇവിടെയും പിടിപാടുള്ളതുകൊണ്ടും ഞങ്ങൾ അടയ്ക്കാൻ പോയ അതിനെതിരെ ഞങ്ങൾക്ക് സ്റ്റോപ്പ് മെമ്മോ വരികയും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഓക്കെ, അന്ന് അത് പറ്റുന്നില്ല, ഇതിന് ലീഗലായിട്ട് പ്രൊസീഡ് ചെയ്യാൻ ഓർത്ത് അതിനെതിരെ നിയമങ്ങൾ പ്രൂഫ് എവിഡൻസ് ചെയ്യാതിരാൻ വേണ്ടി ഞങ്ങളവിടെ ക്യാമറ സ്ഥാപിച്ചപ്പോൾ ഇവർ വീണ്ടും പരാതി കൊടുത്തു, പ്രൈവസി ഇൻവേഷൻ ആണെന്ന് പറഞ്ഞു. അതിനെതിരെയും തടസ്സങ്ങൾ സൃഷ്ടിച്ചു. ആ കംപ്ലയിൻറ്റ് കൊടുത്തപ്പോൾ ലീഗൽ അതോറിറ്റീസ് ഞങ്ങളുടെ പ്രോപ്പർട്ടിയിൽ വരികയും എൻ്റെ അപ്പനെ വിളിച്ചിറങ്ങിയിട്ട് പറയുമ്പോൾ ചെയ്തു, നിങ്ങൾക്കെതിരെ ക്രിമിനൽ കേസ് ഫയൽ ചെയ്ത് നിങ്ങളെ അകത്താക്കുന്ന രീതിയിൽ ഞങ്ങൾക്കെതിരെ സംസാരിച്ചു. ഇതെല്ലാം സംഭവിക്കുമ്പോഴും ഞാൻ ബാംഗ്ലൂരും അപ്പൻ ഇവിടെ ഒറ്റയ്ക്കാണ്. അപ്പം അന്ന് എൻ്റെ ഉടമ്പടി തീരുവാൻ 2 ആഴ്ചയും കൂടെ ഉള്ളൂ. ഞാനപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പം പെന്തക്കുസ്ത ദിവസമാണ് സംഭവിക്കുന്നത്. പെന്തക്കുസ്ത ദിവസം പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്ന അപ്പനെതിരെയാണ് കേസ് എടുക്കുമെന്നും പറഞ്ഞ് ലീഗൽ അതോറിറ്റീസ് അവിടെ വന്നിരിക്കുന്നത്. ഞാനപ്പോൾ ഉടമ്പടി കാശ് രൂപ എൻ്റെ കയ്യിലെടുത്ത് പിടിച്ചിട്ട് മുട്ട നിന്നുകൊണ്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, ഉടമ്പടി എടുത്തിട്ട് ഇതുവരെ എനിക്കുള്ള ഒരു മാനിഫെസ്റ്റേഷൻ എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്രാവശ്യം മാതാവ് ഞങ്ങളെ സഹായിക്കണം. അമ്മ സഞ്ചാരി മാതാവാണെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഇപ്പോൾ എൻ്റെ അപ്പൻ്റെ അടുക്കിലേക്ക് അമ്മ കടഞ്ഞു ചെന്നുകൊണ്ട് ഇതിനൊരു പരിഹാരം, ഫേവറബിൾ ആയിട്ടുള്ളൊരു ഔട്ട്കം ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന് ഞാനവിടെ കരഞ്ഞ് മുട്ടയിൽ നിന്നുകൊണ്ട് മാതാവിനോട് പറഞ്ഞു. അതിനിപ്പോൾ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞങ്ങൾക്കെതിരെ കേസെടുക്കുമെന്ന് പറഞ്ഞ അതേ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ഈ ഞങ്ങൾക്കെതിരെ ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുന്ന അവരോട് പറഞ്ഞു, നിങ്ങളവിടെ നെറ്റ് അടിച്ചേ മതിയാവൂ, നിങ്ങൾ നെറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഒരു ക്യാമറയോ വല്ലതും മാറ്റിവെക്കുന്ന കാര്യത്തിൽ തീരുമാനിക്കാമെന്ന് പറഞ്ഞപ്പോൾ കൊക്കിൽ ജീവനുള്ളിടത്തോളം പോലും നെറ്റ് അടിക്കത്തില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ അധിക്ഷേപിച്ച് ഞങ്ങൾക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഇവർ ഇപ്പോൾ അവിടെ നെറ്റ് അടിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു ക്യാമറ മാത്രമേ ഞങ്ങൾ എടുത്ത് മാറ്റിയിട്ടുമുള്ളൂ, ബാക്കി ഒരു ക്യാമറ ഇപ്പോഴും അവിടെ തന്നെ വെച്ചിട്ടുമുണ്ട്. അങ്ങനെ എൻ്റെ ഉടമ്പടികളിൽ ഞാൻ മാതാവിനോട് അത് പറഞ്ഞ സമയത്ത് സംഭവിച്ചതിലൂടെ ഇപ്പം അവിടെ ഒരു സമാധാനത്തിൻ്റെ അന്തരീക്ഷമുണ്ട്. ഈ 2 സാക്ഷ്യങ്ങൾ എനിക്ക് ഉണ്ടായിട്ടും ഞാൻ തിരിച്ച് ബാംഗ്ലൂർക്ക് പോയപ്പോൾ ഞാനിത് സാക്ഷ്യപ്പെടുത്തത്തില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ഉടമ്പടി ആദ്യം പുതുക്കിയപ്പോഴും ഞാൻ വെച്ചിരുന്ന ഏറ്റവും വലിയ എൻ്റെ ഒരു നിയോഗം എന്ന് പറയുന്നത്, ഞാൻ ചെയ്യുന്ന ജോലി എക്സ്ട്രീംലി സ്ട്രെസ്ഫുള്ളാണ്. ഭയങ്കര സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറക്കം വരത്തില്ല, നമുക്ക് ചിലപ്പം ഒരു ദിവസം രാവിലെ തുടങ്ങിയാൽ നമുക്ക് വൈകുന്നേരം ഒന്ന് വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ആ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ വരണമെങ്കിൽ മനുഷ്യർ ഇടപെട്ടാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം എൻ്റെ ഫാദർ ഓൾറെഡി ഇടപെട്ട് റെക്കമെൻഡേഷൻ മേടിച്ച്, അതായത് നമ്മൾ ഇവിടെ കേൾക്കുന്ന ഓരോ സാക്ഷ്യത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതായത് ബൈ മെറിറ്റ് ഞാൻ ഓൾറെഡി അവിടെ ഒരു റെക്കമെൻഡേഷൻ വെച്ച് ഞാനൊരു കാര്യം സാധിച്ചെടുത്തിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ നിസ്സാവസ്ഥയിലെത്തിയത്. അതുകൊണ്ട് ഇപ്പോൾ എനിക്കിനി മനുഷ്യരുടെ ഇടപെടലിലൂടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിയോഗത്തിൽ എഴുതി വെച്ചിരുന്നു, എൻ്റെ ആ ജോലിയിലെ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ തന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായും നോട്ട് ബൈ മെറിറ്റ് ആൻഡ് ഓൺലി ബൈ ഗ്രേസ് എന്നുള്ളൊരു സാക്ഷിയോടെ എനിക്കതിവിടെ വന്ന് വിളിച്ചു പറയാൻ പറ്റും. അതായിരുന്നു എൻ്റെ മെയിൻ നിയോഗം. പക്ഷെ ആ നിയോഗം ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിട്ടും എൻ്റെ ആദ്യത്തെ ഉടമ്പടി പുതുക്കിയിട്ട് എനിക്ക് സാധിച്ച് കിട്ടിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ ഇച്ചിങ്ങിൻ്റെ സൗഖ്യവും ഞങ്ങളുടെ സ്ഥലത്തെ പ്രശ്നത്തിൻ്റെ ഇതിൽ സൊല്യൂഷൻ വന്നിട്ടും ഞാനിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താൻ മടിച്ച് നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് എൻ്റെ ഇച്ചിങ്ങിൻ്റെ സൗഖ്യം കിട്ടി ഞാൻ തിരിച്ചു പോയിട്ടും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ട്രിഗേഴ്സ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ എനിക്ക് തന്നെ തോന്നാറുണ്ട് ദൈവം എന്നെ ഓർമ്മിപ്പിക്കുന്നതാണ്, അല്ലെ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി മാതാവ് തന്നെ ഓർമ്മിപ്പിക്കുകയാണ് എനിക്ക് തോന്നിയിട്ടും ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താൻ മടിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഡെയിലി ബ്രെഡ് ടോക്കിൽ ജോസഫ് അച്ഛൻ്റെ ഒരു 21 മിനിറ്റുള്ള ആ ടോക്കിൽ അച്ഛൻ പറയുന്നുണ്ട്, നിങ്ങൾ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ട് അത് സാക്ഷ്യപ്പെടുത്താതിരുന്നു കഴിഞ്ഞാൽ, അച്ഛൻ അതിന് ഉപയോഗിച്ച അനാലജി അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ ഇതായിരുന്നു, നിങ്ങളിപ്പോൾ ഒരു ലോണിന് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ലോണിന് അപ്രൂവൽ കിട്ടാതെ വരും, കാരണം നിങ്ങളുടെ സിബിൽ സ്കോർ ലോ ആയിരിക്കും. അതുപോലെ തന്നെയാണ് നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് സാക്ഷ്യം പറയാതിരുന്നു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വരുമ്പോൾ അതിൽ ദൈവത്തിൻ്റെ കൃപ വരായിരിക്കും. ഞാൻ ആ ടോക്ക് കണ്ട അന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു, എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് പരിപൂർണമായിട്ട് ഇവിടെ വന്ന് അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ മഹത്വത്തിനായും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായും ഞാനത് ഇവിടെ വന്ന് വിളിച്ചു പറയുന്നുള്ളൂ. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയിരുന്നതുകൊണ്ട് തന്നെ ഒത്തിരി ആപ്രിയൻഷൻസ് ഉണ്ടായിരുന്നു. എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് ആപ്രിയൻഷൻസ് ഉണ്ടായിരുന്നു, എനിക്ക് തന്നെ മടിയുണ്ടായിരുന്നു. പക്ഷേ ആ ടോക്ക് കണ്ട് അന്ന് ഞാൻ തീരുമാനിച്ചു, എൻ്റെ ഒരു ചെറിയ സാക്ഷ്യമായാലും വലിയ സാക്ഷ്യമായാലും ഇവിടെ വന്ന് അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിനെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയും യേശുക്രിസ്തുവിൻ്റെ നാമം വിളിച്ചു പറയുന്നതിന് വേണ്ടിയും ഞാനത് ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നു. കാരണം ഞാൻ എൻ്റെ ഉള്ളിൽ ഉറച്ചുണ്ടായിരുന്ന വിശ്വാസം ഞാൻ അങ്ങനെ സാക്ഷ്യപ്പെടുത്തി കഴിയുമ്പോൾ എനിക്ക് കിട്ടിയ സൗഖ്യം പൂർണ്ണമാകുമെന്നും
ഞാൻ എൻ്റെ ഉടമ്പടിയിൽ എഴുതിയിട്ടിരുന്ന എൻ്റെ ജോലിയോടനുബന്ധിച്ചുള്ള മെയിൻ നിയോഗം ഇതിവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന അമ്മ മാതാവ് എനിക്ക് ചെയ്തു തരുന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കിപ്പോൾ ഉള്ളിലുണ്ടായി. അതിൻ്റെ ഫലമായിട്ടാണ് ഞാനിതിവിടെ ആയിരിക്കുന്നതും എൻ്റെ ഈ സാക്ഷ്യം ലോകം മുമ്പിൽ വിളിച്ചു പറയുന്നതും. ഈ സാക്ഷ്യങ്ങൾ എനിക്ക് ഈ അത്ഭുതങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച സഞ്ചാരി മാതാവ് കൃപാസനം അമ്മയ്ക്കും എൻ്റെ രക്ഷകനായ യേശു ക്രിസ്തുവിനും എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 13-ാം തിരുവചനം. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. നിങ്ങളെന്നെ കണ്ടെത്താൻ എന്നെ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. ഈശോയുടെ വഴികൾ വളരെ വ്യത്യസ്തമാണ്. ഈശോ സ്നേഹിക്കുന്നവരെയാണ് അവിടുന്ന് സ്പെഷ്യലായി വിളിക്കുന്നതും താൻ ആകർഷിച്ച് ഇവിടെ കൊണ്ടുവരുന്നു. ഈശോ പറയുന്നുണ്ട്, എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാത്തവർ ആരും തന്നെ എന്നിലേക്ക് വരികയില്ല എന്ന് ഈശോ നമ്മളോട് ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഇവിടെ ജോസഫ് ഇമ്മാനുവേലിൻ്റെ വലിയ ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നമ്മോട് പങ്കുവെച്ചുകൊണ്ടിരുന്നത്. ജോസഫ് പങ്കുവെക്കുകയായിരുന്നു, ഞാൻ മടിച്ചു നിന്നിരുന്ന ഒരു സാക്ഷ്യമാണ്. തനിക്ക് തന്നെ അതൊരു ചെറിയൊരു സാക്ഷ്യമായിട്ട് തോന്നുകയായിരുന്നു. പക്ഷേ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് ജീവിതത്തിലെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടുള്ള ഒരു വലിയ സാക്ഷ്യമാണ്. ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താനുള്ള ഒരു വലിയ അവസരമാണെന്ന് നമുക്ക് ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ മനസ്സിലാകും. അച്ഛൻ അതുകൊണ്ടാണ്, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ ഇടയ്ക്കിടെ അതുകൊണ്ടാണ് ഓർമ്മിപ്പിക്കുന്നത്, 10 കുഷ്ഠരോഗികളാണ് ഈശോയിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചത്. അതിനുശേഷം ഒരാൾ മാത്രം തിരിച്ചു വന്നിട്ടാണ് ഈശോയോട് നന്ദി പറഞ്ഞത്. ആ ചോദ്യം നാം ഓരോരുത്തരോടും ഓരോ സാക്ഷ്യ സ്ഥിരീകരണ സമയത്തും ഓരോരുത്തരോടും ചോദിക്കുന്നുണ്ട്. നിനക്ക് സാക്ഷ്യം പറയാൻ സമയമായല്ലോ, നിനക്ക് എന്നെ ഏറ്റുപറയേണ്ട സമയമായല്ലോ എന്ന് ഈശോ എപ്പോഴും ഓർമ്മിപ്പിക്കുമ്പോൾ അവർ നമ്മുടെ വലിയൊരു കടമയാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നു. ജോസഫ് ഇമ്മാനുവേലിന് സംഭവിച്ചത് തന്നെയാണ്. ഒരു വലിയ സങ്കടത്തിലൂടെ, ഒരു ജീവിതത്തിൻ്റെ ഒരു നാണക്കേടിലൂടെ കടന്നു പോകുന്നു എന്ന് തോന്നുന്ന ഒരു സമയത്ത് ഈശോ സ്പർശിച്ച ഒരു അനുഭവമായിരുന്നു. ഈശോയെ സ്നേഹിക്കുന്നുവെന്ന് ജോസഫ് അച്ഛൻ നമ്മോട് ചലഞ്ച് ചെയ്ത് ചോദിക്കുന്നതാണ്, വൈ ഷുഡ് ഐ ഹിയർ യു? എന്നെ കൊണ്ട് നിനക്ക് എന്തുപകാരം എന്നുള്ള 2 ചോദ്യത്തിന് വലിയ ഉത്തരമാണ് ഇപ്പോൾ ജോസഫ് കൊടുത്തിരിക്കുന്നത്. തൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിനും കാരുണ്യ പ്രവൃത്തികൾക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ ഈശോയ്ക്ക് തോന്നണം എന്നുള്ള തരത്തിലുള്ള, കർണാടകയിൽ ചെയ്തത് പോരാ, അവിടെ എനിക്കൊരു ഈശോയെ സ്നേഹിച്ചു എന്നത് പോരാ എന്ന് തോന്നിയപ്പോൾ കേരളത്തിലേക്ക് വന്ന് അതുപോലെയുള്ള ചാലഞ്ചിങ് ആയിട്ടുള്ള കുട്ടികളെ കണ്ടുപിടിച്ച് ആളുകളെ കുളിപ്പിക്കാനും അവരുടെ ആ വലിയ ഒരു സങ്കടത്തിൻ്റെ അവസ്ഥയിൽ സഹായിക്കാനൊക്കെ എടുത്ത ആ റിസ്ക് ഈ മകൻ എടുക്കുകയായിരുന്നു. തൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം ഈ അമ്മ സൊല്യൂഷൻ കാണാനായി ഈശോയുടെ മധ്യസ്ഥം വഹിക്കണമെന്നുള്ള ഒരു വലിയ തീരുമാനത്തോടെയാണ് തൻ്റെ കാരുണ്യ പ്രവൃത്തികൾ അദ്ദേഹം ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ജോസഫിൻ്റെ പ്രൈവറ്റ് പാർട്സിലുണ്ടായ ആ ഒരു വലിയ അലർജി, ഗ്രോത്ത്, ഇതെല്ലാം എത്രമാത്രം ട്രീറ്റ്മെൻറ്റ് ചെയ്ത് വൈദ്യശാസ്ത്രം കൈവിട്ടു. അതുപോലെ തന്നെ തൻ്റെ ജോലിയെയും മനസ്സിനെയും ബുദ്ധിയെയും ഒക്കെ എഫക്റ്റ് ചെയ്യാൻ മാത്രം അത് ഒരു പ്രത്യേക തരത്തിലുള്ള സിക്നെസ് ആയിരുന്നു. ആർക്കും കണ്ടുപിടിക്കാനും സാധിക്കാത്ത ഒരു തരം രോഗത്തിന് ഒരുപാട് ചികിത്സ ചെയ്ത് പരിശുദ്ധ അമ്മയിലേക്ക് വന്നപ്പോഴാണ് ഈശോ പരിപൂർണ്ണ സൗഖ്യം കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം അത് സ്ഥാപിക്കുകയാണ്. എനിക്ക് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു സെൻസിറ്റീവ് ആവുന്ന സമയത്ത് ഞാൻ ഓർത്തെടുക്കുകയാണ്, എനിക്ക് ഈശോയെ സ്നേഹിക്കേണ്ട സമയമാണ്, ഞാൻ ഒരിക്കലും ഈശോയെ മറന്നു പോകരുതെന്ന് അദ്ദേഹം ഇവിടെ നമ്മ ഓരോരുത്തരോടും ഊന്നി പറയുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അയൽപ്പക്കത്തുണ്ടായ ഒരു വേസ്റ്റ് ഡബിങ്ങിൻ്റെ ഒരു ഇഷ്യൂ അദ്ദേഹം നമ്മോട് ഷെയർ ചെയ്യുകയുണ്ടായി. അതിലെല്ലാം പഞ്ചായത്തും അതുപോലെ തന്നെ ലീഗൽ പ്രൊസീജിയേഴ്സ് എല്ലാം കൈവിട്ടപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് മാത്രമേ പെന്തക്കുസ്തായിലൂടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു അനുഭവം അദ്ദേഹത്തിനുണ്ടായി. അമ്മ എൻ്റെ കൂടെയുണ്ടെന്നൊരു തീർച്ച, എനിക്കൊരു ഉറപ്പ് നൽകണമെന്ന് ഈ സഹോദരൻ പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം വഹിച്ചപ്പോൾ അവിടെ ഒരു വലിയ അത്ഭുതം നടക്കുകയായിരുന്നു. ഉടമ്പടിയിലൂടെ നാം വിശ്വസ്തരായി മുന്നേറുമ്പോൾ നമ്മെ വിസ്മയിപ്പിക്കുന്ന ഒരുപാട് അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇത്തരത്തിലുള്ള വലിയ വലിയ സാക്ഷ്യങ്ങളാണ് എല്ലാ ദിവസവും എല്ലാ സമയവും ഈ അൾത്താരയിലേക്ക് പരിശുദ്ധ അമ്മ ക്ഷണിക്കുന്നത്. അമ്മ ഇന്നും ഈ അൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ട ഈ അമ്മ ഇന്നും ഓരോ നിമിഷവും നമ്മെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മകനിലൂടെ നിനക്ക് ലഭിച്ച സാക്ഷ്യവും സൗഖ്യവും നീ ഏറ്റുപറയുക, എൻ്റെ മകനെ ഏറ്റുപറയുക എന്ന്. ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ യേശുവല്ലാതെ വേറൊരു നാമം നമ്മുടെ രക്ഷയ്ക്കായി നൽകപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് ഓർക്കാം. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ജോസഫ് ഇമ്മാനുവേലിൻ്റെ സാക്ഷ്യത്തിന് വേണ്ടി നമുക്ക് നല്ലൊരു കൈയടി നൽകി സാക്ഷ്യം സമർപ്പിക്കാം.
അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.